ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഒരു ലഡു ആണ് ഉണ്ടാക്കണത്. ആദ്യമായിട്ട് ഉണ്ടാക്കണതാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും സഹകരിക്കുക. ഞാൻ രണ്ട് 250-ൻ്റെ കപ്പ്, ഇതൊരു 250-ൻ്റെ കപ്പാണ്. ആ കപ്പിനെയാണ് ഞാൻ അളന്നെടുക്കണം. 250-ൻ്റെ കപ്പ് 2 കപ്പ് കടലമാവാണ് കേട്ടോ. കടലമാവ് ഒരു പൊട്ട് ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ ലഡുവാണെങ്കിൽ ഒരു പൊട്ട് ഉപ്പ്, കുറച്ച് മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്യുക. ഞാനിവിടെ ഒരു കപ്പ് വെള്ളം എടുത്ത് വെച്ചേക്കൊണ്ട് ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം ആദ്യം ഒഴിക്കട്ടെ. ആവശ്യത്തിന് ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു രീതിയിലാണ് മിക്സ് ചെയ്തെടുത്തേക്കണേ കേട്ടോ. ഞാൻ ഉണ്ടോ ദോശമാവിൻ്റെ, ഇഡ്ഡലി മാവിൻ്റെ പരുവല്ല, ദോശമാവിൻ്റെ പരുവം. ഞാൻ 250-ൻ്റെ കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്തതാണ്. അതിന് ഇത് ഇത്രയും വെള്ളം ബാക്കിയുള്ളൂ. 250 അല്ല കേട്ടോ, 1/2 ലിറ്ററാണ്. 1/2 ലിറ്ററിൻ്റെ കപ്പ്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് സോഡപ്പൊടി ഇടുന്നുണ്ട്, ബേക്കിംഗ് സോഡ. ഒന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഒരു 2 തുള്ളി നാരങ്ങ നീര് വയ്ക്കുന്നുണ്ട് കേട്ടോ. മധുരത്തിന് ചെറിയ ഉപ്പും ഒരു ചെറിയ പുളിയും കൂടി ആയിക്കോട്ടെ എന്നുള്ള എൻ്റെ നിഗമനമാണ് കേട്ടോ. ഇതുപോലെയാണ് മിക്സ് ചെയ്തെടുത്തേക്കണം. ഞാനിത് ഒരു കുറച്ച് ഈ പാത്രത്തിലേക്ക് പകർത്താണ്. പൊടിക്കാനുള്ള എളുപ്പത്തിന് പകർത്തിയതാണ് കേട്ടോ. ഞാനിത് ലഡുവിനുള്ള ബോണ്ടി ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ഒരു പാൻ വെച്ച് സൺഫ്ലവറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. സൺഫ്ലവറിലാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒഴിക്കുക. ഓയിലൊന്ന് തിളക്കട്ടെ. വെളിച്ചെണ്ണ തിളച്ചൊന്ന് നോക്കാനായിട്ട് ഒരു തുള്ളി ഇതോട്ട്. വെളിച്ചെണ്ണ തിളച്ചിട്ടുണ്ട്. എനിക്ക് ഇതുപോലത്തെ കയ്യിലുള്ളൂ കേട്ടോ. എനിക്ക് വേറെ കയ്യിലൊന്നുമില്ല. ഞാൻ ഇത് വെച്ചിട്ടാണ് ചെയ്യണത്. ഞാൻ ഈ ഒരു രീതിയിലാണ് കേട്ടോ ബോണ്ടി ഉണ്ടാക്കിയാണ്. അത് ഒന്ന് പൊടിക്കാനുള്ളതാണ്. ഞാൻ ഒഴിക്കണത് കാണിക്കാനായിട്ട് എൻ്റെ കയ്യിൽ ഞാൻ തന്നെ മൊബൈൽ ഓടിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഒഴിക്കണത് കാണിക്കാൻ. ഞാൻ ഇപ്പോൾ ഒറ്റ പ്രാവശ്യമാണ് ഒഴിച്ചിട്ടുള്ളൂ. 2 ട്രിപ്പ് ഞാൻ ഒഴിക്കാൻ പോകുന്നുള്ളൂ. ഇതുപോലെയാണ് ഞാൻ ഇത് പൊരിച്ചെടുത്തേക്കണേ കേട്ടോ. പൂഞ്ചി എന്ന് പറയും. ഞാൻ സോഡാപ്പൊടി ഇട്ടേക്കണത് കൊണ്ടാണ് കുറച്ച് വലിപ്പത്തിലേക്ക്. പിന്നെ പൊളച്ചോന്നേക്ക. പിന്നെ എൻ്റെ കയ്യിലും ശരിയല്ല. ഞാൻ ഒഴിക്കുന്ന കയ്യിലായിരിക്കും. കയ്യിൽ എൻ്റെ കുഴിയില്ലാത്തതാണ്, പരന്നതാണ്. ഞാനിപ്പോൾ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന കയ്യിലാണ്. അല്ലാത്ത കയ്യിലൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ടാണ് കുറച്ച് വലിപ്പത്തിന്. അതിന് കുഴപ്പമില്ല. ഇത് ഞാൻ മിക്സിയിലൊന്നും അടിക്കുന്നുണ്ട്. അത് പ്രശ്നമൊന്നുമില്ല. മിക്സിയിൽ അടിച്ചിട്ടാണ് ചെയ്യണത്. അങ്ങനെ ഇനി മിക്സിയിൽ അടിച്ചിട്ട് ശരിയാക്കാം.
പഞ്ചസാര ലൈനിക്ക് ഞാൻ 250-ൻ്റെ കപ്പാണ് കേട്ടോ. ഇത് കേക്കിനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അങ്ങനെ 1.5 കപ്പ് പഞ്ചസാര. പഞ്ചസാര ലൈനി ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ആ 250 കപ്പുങ്ങ തന്നെയാണ് വെള്ളം ഒഴിക്കണേ. അത് 1.25 കപ്പ് വെള്ളം. ഇതൊന്ന് തിളച്ച് കുറുകി വരട്ടെ. പഞ്ചസാര ലൈനി നൂലൊന്നും ആവണ്ട കേട്ടോ. ഞാൻ കുറച്ചങ്ങോട്ട് തിളച്ച് വെള്ളം കൊണ്ട് ചേർന്ന് പാനി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ്. ഞാൻ എൻ്റെ കയ്യിൽ കിസ്മിസ് ഇല്ല. കിസ്മിസ് വാങ്ങിക്കാൻ പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല. കുറച്ച് കശുവണ്ടി നെയ്യ് ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. ഞാൻ പഞ്ചസാര ലൈനിലേക്ക് ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടി 2 ഫുഡ് കളർ, ഒരു 2 തുള്ളി ഫുഡ് കളർ ചേർക്കണുണ്ട് കേട്ടോ. മറ്റേ പൊടിയിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടത്. ഇതിനകത്തേക്ക് ഞാൻ കേക്കിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ചിരുന്നതാണ്. ഈ ലൈനിലേക്ക് 2 തുള്ളി കളർ ഇട്ടിട്ട് കശുവണ്ടി ഞാൻ ചൂടാക്കാൻ വെച്ചേക്കാണ്. ചൂടായിട്ടുണ്ട്. അത്രയും മതി. ഓഫ് ചെയ്യണം. ബോൾസുകൾ ഞാൻ ഇതുപോലെയാണ് കേട്ടോ. ഒന്ന് ചെറുതായ ഓരോ ബോൾസുകൾ എടുക്കുന്നുണ്ട്. ചെറുതായിട്ട് പൊടിച്ചിട്ടുള്ളൂ. അതിനകത്തേക്ക് ഞാൻ ഇത്രയും ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. പഞ്ചസാര കൂട്ടി പൊടിച്ച ഏലക്കാപ്പൊടിയാണ്. ഞാൻ പഞ്ചസാര ലൈനി ഈ ബോൾസിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബൂഞ്ചി എന്നാണ് ബോൾസിന് പറയുക. ഞാൻ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ നെയ്യിൽ വറുത്ത് വെച്ചേക്കണ കശുവണ്ടി ഇട്ട് കൊടുക്കാണ്ട് നെയ്യോട് കൂടിയിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇതൊന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണ്. 5 മിനിറ്റ് 10 മിനിറ്റ് വയ്ക്കുക. അപ്പോൾ പഞ്ചസാര ലൈനി എല്ലാം ബോൾസിലൊന്ന് പിടിക്കട്ടെ, മധുരമൊക്കെ പിടിക്കട്ടെ. ഒന്ന് അടച്ച് വയ്ക്കുക. ഈ ഒരു രീതിയിലാണ് ഞാൻ ഉരുട്ടിയെടുക്കണത് കേട്ടോ. അത് നല്ലോണം അമർത്തി ഉരുട്ടിയെടുക്കുക. ഹോം മെയ്ഡ് ലഡു റെഡി ആയിട്ടുണ്ട് കേട്ടോ. 1 കപ്പ് കടലമാവിന് എനിക്കിപ്പോൾ 9 കിട്ടിയാണ്. ശരിക്കും 10 ഉണ്ടാക്കാൻ പറ്റും. കുറച്ചുകൂടെ ചെറുതാക്കിയ 10 കണക്ക്. ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട എനിക്ക് ലൈക്ക് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ചെയ്തതിൻ്റെ തെറ്റുകുറ്റങ്ങളോ അല്ലെങ്കിൽ നന്നായെന്നോ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക.
തൊട്ടടുത്ത ബെല്ലും ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതോടെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി.